വനം വകുപ്പിലെ ചില അഴിമതിക്കാർക്കെതിരെ DNA ന്യൂസ് ചില വാർത്തകൾ ചെയ്തിരുന്നു. അതിനുശേഷം ഓലപ്പാമ്പുകളുടെ ശല്യം ഇത്തിരി രൂക്ഷമായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ജീവനക്കാർക്കെതിരെയുള്ള ഗുരുതരമായ പരാതികൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടും കുറ്റക്കാർക്കെതിരെ നടപടികൾ എടുക്കുന്നതിനു പകരം അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി സസ്പെൻഡ് ചെയ്തതിൽ വനം വകുപ്പിൽ അമർഷം പുകയുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ആരോപണ വിധേയരായവർ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുകയാണെന്നും കേസന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും കാണിച്ച തിരുവനന്തപുരം ഫ്ലൈയിംഗ് സ്ക്വാഡിലെ 10 ഉദ്യോഗസ്ഥർ ഒപ്പിട്ട പരാതി വനം വകുപ്പ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. ഇരുതലമുരി പാമ്പിനെ കടത്തിയ പ്രതികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ അന്നത്തെ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ വിവാദ നായകനായ എൽ സുധീഷ് കുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകിയതും കൺട്രോൾ റൂമിൽ നിന്ന് വനത്തിലേക്ക് വിട്ടയക്കാൻ കൈപ്പറ്റിയ മൂർഖൻ പാമ്പിനെ ചട്ടവിരുദ്ധമായി കൈവശം വെച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായ കൃത്യവിലോപങ്ങൾ നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ GS രോഷ്നിക്കെതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടും നടപടിയെടുക്കാത്തതുമാണ് ഉദ്യോഗസ്ഥരുടെ പൊട്ടിത്തെറിക്കു കാരണമെന്നാണ് അറിയുന്നത്.